ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ഉണ്ട്. BS6 മോഡലാണ്. നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കും ഇതുപോലെ ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ബാക്കിൽ ബ്രേക്സ് കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നല്ലൊരു വേറെ കംപ്ലയിൻ്റ് വരും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ചെയിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് ചെയിനിൻ്റെ. ചെയിൻ നല്ല രീതിയിൽ ലൂസാണ്. അതുപോലെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫുള്ളായിട്ട് തീർന്നു കിടക്കുകയാണ്. ഇത് ചെയിൻ സ്പോട്ട് മാറ്റി കഴിഞ്ഞാലാണ് ആ കംപ്ലയിൻറ്റ് മാറുന്നത് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സൗണ്ട് ആ പല്ലുകളിൽ ചെയിൻ കറക്റ്റായി പിടിക്കാത്തൊരു സൗണ്ട് കാണിക്കും. അത് ചെയിൻ സ്പോട്ട് കംപ്ലയിൻ്റ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തേയ്മകൊണ്ടാണ്, നല്ല രീതിയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ചെയിനിൻ്റെ സൗണ്ട് മാറില്ല. അത് ചെയിൻ സ്പോട്ട് മാറ്റി കഴിഞ്ഞാലാണ് ക്ലിയർ ആവുള്ളൂ. അതായത് ചെയിൻ സ്പോട്ട് മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ വീടിൻ്റെ 4 കട്ടറും അതൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. അതൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. എയർ ഫിൽറ്റർ നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിടാം. നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നത് ഈ ക്ലച്ചിൻ്റെ കേബിൾ നല്ല രീതിയിൽ ടൈറ്റാണ്. അതൊക്കെയാണ് ഒരു ഫ്രീ അല്ലാത്തത് കൊണ്ടാണ് ആ വെലി കുറവൊരു ഫുള്ള് പിക്കപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചെയിൻ്റെ കംപ്ലയിൻ്റൊക്കെ കാരണം കൊണ്ട്. അതുപോലെ ക്ലച്ചിൻ്റെ കേബിളും കംപ്ലയിൻ്റാണ്, അതും മാറ്റിയിടണം. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് മീറ്ററിൻ്റെ അവിടെ ഒരു സൗണ്ട് വന്നു. അത് ഈ ഇന്നർ സ്പീഡോമീറ്റർ ഉറയ്ക്കുന്നതല്ല, നമുക്കത് കേബിൾ മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആവുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് വരിട്ട് അതിൻ്റെ ഒരു സൗണ്ടായിരുന്നു കാണിച്ചത്. അതായത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീൽ അയച്ചിട്ട് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ വേറെ അങ്ങനെ പറയത്തന്നെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് കണ്ടിട്ടുണ്ടാകുമ്പോൾ അത് നമുക്ക് എടുക്കണം, ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2024 ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും ബാറ്ററിയുടെ കംപ്ലയിൻറ്റും തോന്നും കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി വോൾട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.913 ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ഓക്കെയാണ്, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പുതിയ ബാറ്ററി ആണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേറെ പറയത്തേക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അത് ചെയിൻ സ്പ്രോക്കറ്റ്, സ്പീഡോമീറ്റർ, കേബിൾ, ക്ലച്ച് കേബിൾ, എഞ്ചിൻ ഓയിൽ, വീൽ ടാബ്, ഇതൊക്കെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണ്.